നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. നിങ്ങളുടെ കുടുംബത്തിൽ, വ്യക്തിപരമായ ജീവിതത്തിൽ ഉണ്ടായിരിക്കട്ടെ. കർത്താവ് ഇന്ന് കേട്ട വചനത്തിൽ ഇവരുടെ നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒരു കമ്പ് വെട്ടിയെടുത്ത് ആ നഷ്ടപ്പെട്ട കോടാലി വീണ സ്ഥലത്തേക്ക് എറിഞ്ഞപ്പോൾ ആ കോടാലി ഉയർന്നു വന്നു. ദൈവമേ, അതൊരു നിയോഗത്തിൽ പ്രാർത്ഥിക്കട്ടെ, ഒരു വചനം പറഞ്ഞ് പ്രാർത്ഥിക്കട്ടെ. ആ വിഷയത്തിലൊരു മാറ്റമുണ്ടാകാൻ പ്രാർത്ഥിക്കട്ടെ. അവിടെ ഒരു ദൈവപ്രവൃത്തി സംഭവിക്കണമേ. ഈ വ്യക്തിയിലൊരു ദൈവപ്രവൃത്തി സംഭവിക്കണമേ. ഈ കുടുംബത്തിലൊരു ദൈവപ്രവൃത്തി സംഭവിക്കണമേ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രോഗങ്ങളിൽ നിന്നും, അപകടങ്ങളിൽ നിന്നും, ദുർമരണത്തിൽ നിന്നും, മൂപ്പെത്താത്ത മരണത്തിൽ നിന്നും, ചതിയിൽ നിന്നും, വഞ്ചനയിൽ നിന്നും, നിരാശയിൽ നിന്നും സ്വർഗത്തിലെ ദൈവം അത്ഭുതകരമായ വിധത്തിലും രീതിയിലും നിങ്ങളെ സംരക്ഷിക്കട്ടെ. ദീർഘായുസ്സും ആരോഗ്യവും സമ്പത്തും ഐശ്വര്യവും സന്തോഷവും സമാധാനവും ദൈവം നിറഞ്ഞു നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ നന്മകളാലും നിങ്ങളുടെ ജീവിതവും കുടുംബവും നിറഞ്ഞു വരട്ടെ. ഈശോയുടെ നാമത്തിൽ അനുഗ്രഹിച്ചേൽപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.